ആറാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ യൂണിറ്റാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ പെൻ ആൻഡ് വൺ ബുക്ക് ക്യാൻ ചേഞ്ച് ദ വേൾഡ് എന്ന പാഠത്തിൻ്റെ രണ്ടാം ഭാഗം പഠിക്കാം. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ചെയ്യാം. ആറാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. മലാല യൂസഫ്സായി UN ജനറൽ അസംബ്ലിയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗമാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് നമുക്ക് ബാക്കി ഭാഗം കേട്ടാലോ. Dear fellows, today I am focusing on women's rights and girls' education because they are suffering the most. There was a time when women social activists asked men to stand up for their rights, but this time we will do it by ourselves. I am not telling men to step away from speaking for women's rights. Rather, I am focusing on women to be independent to fight for themselves. Dear sisters and brothers, now it's time to speak up. പ്രിയപ്പെട്ടവരെ, ഞാൻ സ്ത്രീകളുടെ അവകാശങ്ങൾക്കും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഊന്നൽ കൊടുക്കാൻ കാരണം അവരാണ് ഏറ്റവും വിഷമതകൾ അനുഭവിക്കുന്നത് എന്നതുകൊണ്ടാണ്. സ്ത്രീകളായ സാമൂഹ്യ പ്രവർത്തകർ പുരുഷന്മാരോട് തങ്ങളുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളാൻ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് അതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയും. സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്നതിൽ നിന്നും പുരുഷന്മാർ മാറി നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് സ്വന്തം അവകാശങ്ങൾക്കായി സ്ത്രീകൾക്ക് സ്വതന്ത്രമായി പോരാടാൻ കഴിയണം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ശബ്ദമുയർത്തി കാര്യങ്ങൾ തുറന്നു പറയേണ്ട സമയമായിരിക്കുന്നു. We call upon the world leaders that all the peace deals must protect women and children's rights. A deal that goes against the dignity of women and their rights is unacceptable. We call upon all governments to ensure free, compulsory education for every child all over the world. We call upon all governments to fight against terrorism and violence, to protect children from brutality and harm. We call upon the developed nations to support the expansion of educational opportunities for girls in the developing world. We call upon all communities to be tolerant, to reject prejudices based on caste, creed, religion, or gender, to ensure freedom and equality for women so that they can flourish. We cannot all succeed when half of us are held back. എല്ലാ സമാധാന ഉടമ്പടികളും സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതായിരിക്കണം എന്ന കാര്യം നമ്മൾ ലോക നേതാക്കളോട് ആവശ്യപ്പെടുകയാണ്. സ്ത്രീകളുടെ അന്തസ്സിനെതിരെയും അവരുടെ അവകാശങ്ങൾക്കെതിരെയും നിലകൊള്ളുന്ന ഒരു ഉടമ്പടിയും നമുക്ക് സ്വീകാര്യമല്ല. ലോകമെമ്പാടുമുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് ഞാൻ എല്ലാ ഭരണകൂടങ്ങളോടും ആവശ്യപ്പെടുകയാണ്. ഭീകരതയിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും കുട്ടികളടക്കമുള്ളവരെ സംരക്ഷിക്കാനായി ഭീകരവാദം, അക്രമം എന്നിവയ്ക്കെതിരെ പൊരുതാൻ ഞാൻ ഭരണകൂടങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് പെൺകുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസ അവകാശങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി വികസിത രാജ്യങ്ങളോട് നമ്മൾ സഹായം തേടുകയാണ്. സ്ത്രീകളുടെ അഭിവൃദ്ധിക്കായി ജാതി, മതം, വർഗം, ലിംഗം എന്നീ കാര്യങ്ങളിലെ മുൻവിധികൾ മാറ്റി നിർത്തിക്കൊണ്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും സമത്വവും ഉറപ്പുവരുത്താൻ എല്ലാവരോടും നമുക്ക് ആവശ്യപ്പെടാം. ഇതിൽ കുറച്ചു പേരെങ്കിലും മാറി നിന്നാൽ നമുക്ക് വിജയം അസാധ്യമാണ്. We call upon our sisters around the world to be brave, to embrace the strength within themselves and realize their full potential. Dear brothers and sisters, we want schools and education for every child's bright future. We will continue our journey to our destination of peace and education for everyone. No one can stop us.
We will speak for our rights and we will bring change through our voice. We must believe in the power and the strength of our words. Our words can change the world. Because we are all together united for the cause of education. And if we want to achieve our goal, then let us empower ourselves with the weapon of knowledge and let us shield ourselves with unity and togetherness. സ്വന്തം കഴിവുകളും ശക്തിയും തിരിച്ചറിഞ്ഞ് ധീരരായിരിക്കുവാൻ ലോകമെമ്പാടുമുള്ള എല്ലാ സഹോദരിമാരോടും നമ്മൾ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, കുട്ടികളുടെ തിളക്കമാർന്ന ഭാവിക്കായി നമുക്ക് സ്കൂളുകളും വിദ്യാഭ്യാസവും കൂടിയേ തീരൂ. സാർവത്രിക വിദ്യാഭ്യാസവും ലോകസമാധാനവും എന്ന ലക്ഷ്യത്തിലെത്തുന്നതുവരെ നമ്മൾ നമ്മുടെ യാത്ര തുടരുക തന്നെ ചെയ്യും. നമ്മെ തടയാൻ ആർക്കും കഴിയില്ല. നമ്മുടെ അവകാശങ്ങൾക്കായി നാം ശബ്ദമുയർത്തും. ആ ശബ്ദത്തിലൂടെ വിപ്ലവം സൃഷ്ടിക്കും. നമ്മുടെ ആ വാക്കുകളുടെ ശക്തിയിലും കഴിവിലും നമ്മൾക്ക് വിശ്വാസമുണ്ടായിരിക്കണം. നമ്മുടെ വാക്കുകൾക്ക് ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയും. വിദ്യാഭ്യാസം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടിയാണ് നമ്മൾ ഒത്തുചേരുന്നത്. ആ ലക്ഷ്യത്തിലെത്താൻ അറിവ് എന്ന ആയുധം കൊണ്ട് നമ്മൾ സ്വയം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഐക്യം, ഒരുമ എന്നീ കവചങ്ങൾ കൊണ്ട് സ്വയം സംരക്ഷിക്കേണ്ടതുമുണ്ട്. Dear brothers and sisters, we must not forget that millions of people are suffering from poverty, injustice, and ignorance. We must not forget that millions of children are out of schools. We must not forget that our sisters and brothers are waiting for a bright, peaceful future. So, let us wage a global struggle against illiteracy, poverty, and terrorism, and let us pick up our books and pens. They are our most powerful weapons. One child, one teacher, one pen, and one book can change the world. Education is the only solution. Education first. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ദശലക്ഷക്കണക്കിന് ആളുകൾ ദാരിദ്ര്യം, അനീതി, അറിവില്ലായ്മ എന്നിവയൊക്കെ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ദശലക്ഷക്കണക്കിന് കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ പോകാൻ സാധിക്കുന്നില്ല എന്നും മറക്കരുത്. തിളക്കമാർന്നതും സമാധാനപരമായതുമായ ഒരു ഭാവിക്കായി നമ്മുടെ സഹോദരീ സഹോദരന്മാർ കാത്തിരിക്കുകയാണ് എന്ന കാര്യവും നമ്മൾ വിസ്മരിക്കരുത്. അതുകൊണ്ട് തന്നെ നമുക്ക് നിരക്ഷരത, ദാരിദ്ര്യം, ഭീകരവാദം എന്നിവയ്ക്കെതിരെ ആഗോളതലത്തിൽ പോരാടാം. നമുക്ക് പുസ്തകവും പേനയും എടുക്കാം. അവ തന്നെയാണ് നമ്മുടെ ഏറ്റവും ശക്തമായ ആയുധങ്ങൾ. ഒരു പുസ്തകം, ഒരു പേന, ഒരു ടീച്ചർ, ഒരു കുട്ടി. ഇവയ്ക്ക് ലോകത്തെ മാറ്റാൻ കഴിയും. വിദ്യാഭ്യാസം മാത്രമാണ് ഏറ്റവും പ്രാഥമികവും ആത്യന്തികവുമായ പരിഹാരം. മലാലയുടെ പ്രസംഗം എല്ലാവരും കേട്ടല്ലോ. മലാലയെക്കുറിച്ച് കൂട്ടുകാർക്ക് എന്തൊക്കെ അറിയാം? മലാലയുടെ ജീവിതകഥ ഒന്ന് ചുരുക്കി പറയാം. സ്ത്രീ വിദ്യാഭ്യാസത്തിനു വേണ്ടി പോരാടിയ പാകിസ്ഥാനിലെ സാമൂഹ്യ പ്രവർത്തകയാണ് മലാല. താലിബാൻ നിയന്ത്രണത്തിലുള്ള പാകിസ്ഥാനിലെ സ്വാത് താഴ്വരയിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്നു. 2009 തൻ്റെ 11ാമത്തെ വയസ്സിൽ BBC-ക്ക് വേണ്ടി എഴുതാൻ തുടങ്ങിയ ബ്ലോഗാണ് അവരെ ശ്രദ്ധേയയാക്കിയത്. 2012 സ്കൂൾ വിട്ട് സ്കൂൾ ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ താലിബാൻ ഭീകരരുടെ വെടിയേറ്റ മലാലയ്ക്ക് കഴുത്തിനും തലയ്ക്കും സാരമായ പരിക്കുപറ്റി. ഒരുപാട് നാളുകൾ അബോധാവസ്ഥയിൽ കഴിഞ്ഞ മലാല പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. 2014 തൻ്റെ 16ാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കരസ്ഥമാക്കി. ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാന ജേതാവു കൂടിയാണ് മലാല. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെയും സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെയും വക്താവായിട്ടാണ് മലാല യൂസഫ്സായി അറിയപ്പെടുന്നത്. മലാല യൂസഫ്സായി ഈസ് എ പാകിസ്ഥാനി ആക്ടിവിസ്റ്റ് for female education and the youngest ever Nobel Prize recipient in 2014. She is known mainly for human rights advocacy for education and for women in their native Swat Valley, where girls were at times not allowed to attend schools.
use of science advocacy has grown into an international movement. ഇനി നമുക്ക് ചില പുതിയ പദങ്ങളും അവയുടെ അർത്ഥവും നോക്കാം. ന്യൂ വേർഡ്സ്. ടെററിസ്റ്റ്, എ പേഴ്സൺ who is violently acts to frighten the people to achieve a goal. ഭീകരവാദി. Extremist, a person who has extreme political opinions. തീവ്രവാദി. Conflict, a fight or an argument. ഏറ്റുമുട്ടൽ. Call upon, visit or demand. ആവശ്യപ്പെടുക, സമീപിക്കുക. ബ്രൂട്ടാലിറ്റി, ഗ്രേറ്റ് ക്രൂവൽറ്റി, കൊടും ക്രൂരത. പ്രെജുഡിസ്, പ്രീകൺസെപ്ഷൻ, മുൻധാരണ. പൊട്ടൻഷ്യൽ, ഹാവിംഗ് ദ കപ്പാസിറ്റി ടു ഡെവലപ്പ് ഇൻ ടു സംതിങ്, കഴിവ്. ഇനി നമുക്ക് ചില പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. Each sentence given below is followed by 3 statements. One of them is directly related to the sentence. Put a tick mark against the appropriate statement. ഓരോ വാചകങ്ങൾക്കും താഴെ 3 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ഈ വാചകവുമായി നേരിട്ട് ബന്ധമുള്ളതാണ്. അങ്ങനെ ശരിയായത് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. മലാല ഡേ ഈസ് ദ ഡേ ഓഫ് Malala herself, United Nations Organization, every woman, every boy and every girl who have raised their voice for their rights. ശരിയായത് ഏതാണ്? സി ആണ്. എവ്രി വുമൺ, എവ്രി ബോയ് ആൻഡ് എവ്രി ഗേൾ ഹു ഹാവ് റേസ്ഡ് their voice for their rights. According to Malala, one of our powerful weapon is the sword, the pen, the gun. ശരി ഏതാണ്? അതെ, ദ പെൻ. വിദ്യാഭ്യാസത്തിൻ്റെ ശക്തിയെക്കുറിച്ചല്ലേ മലാല പറഞ്ഞത്? മലാല ഈസ് ഫോക്കസിംഗ് ഓൺ വിമൻസ് റൈറ്റ്സ് ആൻഡ് ഗേൾസ് എഡ്യൂക്കേഷൻ ബിക്കോസ് ദേ ആർ സഫറിംഗ് ദ മോസ്റ്റ്, ദേ ആർ വെരി പവർഫുൾ, ദേ ആർ ദ മേജർ ഗ്രൂപ്പ് ഇൻ ദ സൊസൈറ്റി. ഏതാണ് ശരി? ദേ ആർ സഫറിംഗ് ദ മോസ്റ്റ്. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്, അല്ലേ? മലാല സ്പീക്സ് ഫോർ ഹെർസെൽഫ്, നോട്ട് ഫോർ ഹെർസെൽഫ് ബട്ട് ഫോർ ആൾ ബോയ്സ് ആൻഡ് ഗേൾസ്, ഫോർ ഹെർ കൺട്രി. ഏതാണ് ശരി? മലാല ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത്? അവൾക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിലെ എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയാണ്, അല്ലേ? അപ്പോൾ ബി ആണ് ഉത്തരം. നോട്ട് ഫോർ ഹെർസെൽഫ് but for all boys and girls. Read the following famous quotes. ആ കുട്ടിയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ബലൂണിൽ ചില മഹാന്മാർ പറഞ്ഞ വാചകങ്ങളാണ് എഴുതിയിട്ടുള്ളത്. കൂട്ടുകാർ അതൊന്ന് വായിക്കൂ. Now read Malala's words in the circles given below. Try to pick out the quotes which carry similar ideas to that of Malala's words from the balloons. Write the name of the person who has made the corresponding quote in the box given. മലാല പറഞ്ഞ ചില വാചകങ്ങളാണ് താഴെ വൃത്തത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. മലാലയുടെ ഈ ഓരോ പ്രസ്താവനകളോടും ചേരുന്ന മഹാന്മാരുടെ വാചകങ്ങൾ കണ്ടുപിടിക്കാനും താഴെയുള്ള ബോക്സിൽ അവരുടെ പേരുകൾ എഴുതാനുമാണ് പറഞ്ഞിരിക്കുന്നത്. We call upon all governments to fight against terrorism and violence. ഇതാണ് മലാല പറഞ്ഞ വാചകം. ടെററിസം ഹാസ് നോ നാഷണാലിറ്റി, നോ റിലീജിയൻ. വ്ളാദിമിർ പുടിൻ. രണ്ടുപേരും ടെററിസത്തിന് അല്ലെങ്കിൽ ഭീകരവാദത്തിനെതിരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? എ ഡീൽ ദാറ്റ് ഗോസ് എഗെയിൻസ്റ്റ് ദ ഡിഗ്നിറ്റി ഓഫ് വിമൺ ആൻഡ് ദെയർ റൈറ്റ്സ് ഈസ് അൺആക്സെപ്റ്റബിൾ. ഇതിനോട് ചേരുന്ന മഹത്വചനം ഏതാണ്? മെൻ ആർ ഫ്രം എർത്ത്, വിമൺ ആർ ഫ്രം എർത്ത്, ഡീൽ വിത്ത് ഇറ്റ്. ജോർജ് കാർലിൻ. മലാലയുടെയും ജോർജ് കാർലിൻ്റെയും വാക്കുകൾ സ്ത്രീയുടെ അന്തസ്സും സ്ത്രീയുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതിനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചാണ്, അല്ലേ? We call upon our sisters around the world to embrace the strength within themselves.
ഇതിനോട് യോജിക്കുന്ന മഹദ്വചനം ഏതാണ്? Always remember you have within you the strength, the patience and the passion to reach for the stars to change the world. ഹാരിയറ്റ് ട്യൂബ്മാൻ. ഇരുവരും സ്ത്രീകളോട് ആഹ്വാനം ചെയ്യുന്നത് സ്വന്തം കഴിവിൽ വിശ്വസിക്കുക, ഉള്ളിലുള്ള ശക്തി തിരിച്ചറിയുക, അപ്പോൾ നിങ്ങൾക്ക് ലോകം തന്നെ കീഴടക്കാൻ കഴിയും എന്നാണ്. We want schools and education for every child's bright future. ഇതുമായി ചേരുന്ന മഹദ്വചനമോ? അതെ, എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. ആരാണിത് പറഞ്ഞത്? നെൽസൺ മണ്ടേല. മലാലയുടെ ഈ വാക്കുകളിലും നെൽസൺ മണ്ടേലയുടെ വാക്കുകളിലും വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ശരിയല്ലേ? മറ്റൊരു പ്രവർത്തനം. Read the passage given below. There are a few errors in it. They are underlined. താഴെ കൊടുത്തിരിക്കുന്ന പാസേജ് വായിക്കുക. അതിൽ ചില തെറ്റുകളുണ്ട്. ആ തെറ്റുകളുള്ള വാക്കുകൾ അടിവരയിട്ടിട്ടുണ്ട്. Once upon a time, there lived a lovely princess with fair skin and blue eyes. She was so fair that she was named Snow White. Her mother dies when Snow White was a baby and her father married again. This queen was very pretty, but she was very cruel also. The wicked stepmother wanted to be the more beautiful lady in the kingdom, and she would often ask her magic mirror, "Mirror, mirror on the wall, who is the fairest of them all?" And the magic mirror would say, "You are, your majesty." But one day the mirror replied, "Snow White is the fairest of them all." The wicked queen was very angry. What a fair lady is Snow White! She became jealous of Snow White and ordered her huntsman to take Snow White to the forest and kill her. "I want you to bring back her heart," she ordered. But when the huntsman reached the forest with Snow White, he took pity on her and set her free. He killed a deer and took its heart to the wicked queen and told her that he had killed Snow White. Snow White wandered in the forest all night crying. Edit the passage and rewrite it. ഈ പാസേജ് എഡിറ്റ് ചെയ്ത് ഇതിലെ തെറ്റുകൾ തിരുത്തി വീണ്ടും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്നോ വൈറ്റിൻ്റെ കഥ എല്ലാവർക്കും അറിയില്ലേ? സ്നോ വൈറ്റ് സുന്ദരിയായ ഒരു രാജകുമാരിയായിരുന്നു. അവളുടെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചു. രണ്ടാമത് വിവാഹം കഴിച്ച ആ രാജ്ഞി വളരെ സുന്ദരിയായിരുന്നു, പക്ഷെ ക്രൂരയായിരുന്നു. ആ നാട്ടിലെ അല്ലെങ്കിൽ ആ രാജ്യത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയാവണം എന്നതായിരുന്നു അവരുടെ ആഗ്രഹം. അവരുടെ കയ്യിൽ ഒരു മാന്ത്രിക കണ്ണാടി ഉണ്ടായിരുന്നു. ഇവരെന്നും ആ കണ്ണാടിയോട് ചോദിക്കും, "ഈ നാട്ടിലെ ഏറ്റവും സുന്ദരി ആരാണ്?" എന്ന്. എല്ലാ ദിവസവും ഈ കണ്ണാടി മറുപടിയും പറയും, "നിങ്ങളാണ് ഏറ്റവും സുന്ദരി." പക്ഷെ ഒരു ദിവസം ഇതുപോലെ ചോദിച്ചപ്പോൾ മാന്ത്രിക കണ്ണാടി മറുപടി പറഞ്ഞത് സ്നോ വൈറ്റാണ് ഏറ്റവും സുന്ദരിയെന്ന്. അതോടുകൂടി സ്നോ വൈറ്റിനോട് ഈ രാജ്ഞിക്ക് ദേഷ്യമായി, അസൂയയായി. അവളെ കൊല്ലാനായി ഒരു വേട്ടക്കാരനെ നിയോഗിച്ചു. വേട്ടക്കാരൻ സ്നോ വൈറ്റിനെയും കൊണ്ട് കാട്ടിൽ പോയി. കാട്ടിലെത്തിയപ്പോൾ വേട്ടക്കാരന് സ്നോ വൈറ്റിനോട് പാവം തോന്നി, സഹതാപം തോന്നി. അവളെ അവിടെ വിട്ട് ഒരു മാനിനെ കൊന്ന് മാനിൻ്റെ ഹൃദയവുമായി അവൻ തിരിച്ചു വന്നു. സ്നോ വൈറ്റ് ആ കാട്ടിൽ കരഞ്ഞുകൊണ്ടങ്ങനെ നടന്നു. കൂട്ടുകാർ, അടിവരയിട്ട പദങ്ങൾ ശ്രദ്ധിച്ചോ? ആദ്യത്തേത് പ്രിൻസസ് എന്നാണ്. അതിൽ സ്പെല്ലിംഗ് തെറ്റാണ്. എസ്സിന് പകരം സി ആണ് വരേണ്ടത്. രണ്ടാമത്തെ വാക്കിലോ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അമ്മ മരിച്ചുപോയി എന്നാണ്. അപ്പോൾ ഡൈസ് എന്നല്ല ഡൈഡ് എന്നാണ് വരേണ്ടത്. മൂന്നാമത്തേതോ ആ രാജ്യത്തെ ഏറ്റവും സുന്ദരിയാകാൻ അവർ ആഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ മോർ ബ്യൂട്ടിഫുൾ എന്നല്ല മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നതാണ് ശരി. നാലാമത്തേതോ നാലാമത്തെ വാക്ക് കറക്റ്റാണ്.
അവിടെ കൊടുത്തിരിക്കുന്ന പങ്ക്ച്വേഷനാണ് മാറ്റേണ്ടത്. ഫുൾ സ്റ്റോപ്പിന് പകരം അവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ് വരേണ്ടത്. ആരാണ് ഏറ്റവും സുന്ദരി എന്ന് കണ്ണാടിയോട് ചോദിക്കുകയാണ്. അടുത്തതോ, വാട്ട് എ ഫെയർ ലേഡി ഈസ് സ്നോ വൈറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. വാട്ട് എ ഫെയർ ലേഡി സ്നോ വൈറ്റ് ഈസ് എന്നതാണ് ശരി. അവസാനത്തേതോ, DEER, ഒരു മാനിനെയാണ് കൊന്നത്. മാൻ എന്നതിന് ഡിയർ, DEER എന്നതാണ് ശരി. മലാലയുടെ പ്രസംഗവും അതിലെ പ്രവർത്തനങ്ങളും കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.